നമുക്കൊന്ന് ശാന്തരാകാം. നേർച്ച കാലുകളിൽ ശുശ്രൂഷയാണ് ഇപ്പോഴിവിടെ നടക്കുക. കുറേയധികം പേര് ഈ നേർച്ച നിറവേറ്റുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും കൂടെ ഉള്ള 12 സ്നേഹന്മാരെ പ്രതിനിധാനം ചെയ്യുന്നതിൽ കൂടി ഉള്ളതുകൊണ്ട് ചിലരുടെ ബന്ധുക്കളും മിത്രങ്ങളും ഉള്ളതുകൊണ്ട് കൂടുതൽ പേര് ഇവിടെ സന്നിഹിതരാണ്. പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുശലം പറയാൻ സൗഹൃദം അന്വേഷിക്കാനൊക്കെ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. എങ്കിലും കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് ശാന്തരാകാം. ഇന്ന് പെസഹ തിരുനാളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുളച്ച് ചുംബിച്ച ആ ഒരു ചരിത്ര സംഭവം നേർച്ചയായി നിറവേറ്റുന്ന ശുശ്രൂഷയാണ് ഇവിടെ നടക്കുക. പുകലാമറിയം നേർച്ച നേരുന്നത് സ്വന്തം കാര്യമാണ്. ആരും ആരെയും നിർബന്ധിച്ച് നേരുന്നതല്ല നേർച്ച, സ്വയം എടുക്കുന്ന തീരുമാനമാണ്. ഇന്ന് 24 പേര് കർത്താവിൻ്റെ ആ വലിയ ഉദാത്തമായ മാതൃകാപരമായ ആ ഒരു പ്രവൃത്തി അനുകരിക്കാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുകയും 24 പേര് നേർച്ച നിറവേറ്റുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് നടത്താൻ സൗകര്യക്കുറവുള്ളതുകൊണ്ടും സൗകര്യപ്രദമായി നടത്താൻ വേണ്ടി 3 സെറ്റായിട്ടാണ് നമ്മൾ നടത്തുക. ഓരോ സെറ്റിലും 8 പേര് വീതം ഈ നേർച്ച ഒരേ സമയം നിറവേറ്റും. ആ നേർച്ച നിറവേറ്റുന്നവരുടെ പേരുകൾ മാത്രം അത് ഞാനത് വായിക്കുമ്പോൾ തയ്യാറായിരിക്കാൻ വേണ്ടി പുതിയൊരു ചരിത്ര സംഭവമായി എന്നും അനുകരിക്കാവുന്നൊരു മാതൃകയായി കാലുകൾ മുമ്പോൾ മാത്രമല്ല ഉണ്ടാകേണ്ട മനോഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ, വിനയത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവർ വലുതായി കാണാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. ഈ കാലുകളിലുള്ള സമയത്ത് മാത്രം ഉണ്ടായാൽ പോലെ ജീവിതത്തിലുടനീളം ആ ഒരു മനോഭാവം നമ്മൾ ആർജിക്കണം. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലുമൊക്കെ ഈ ഒരു മനോഭാവം പറഞ്ഞു നിൽക്കണം. സ്നാമയോഹന്നാന്റെ മനോഭാവം, ഞാൻ ചെറുതാകും അവൻ വലുതാകും. മറ്റുള്ളവരെ എപ്പോഴും വലുതായി കണ്ട് അവർക്ക് സേവനവും സ്നേഹവും പകർന്നു കൊടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ ആ ദൈവത്തിൻ്റെ മനസ്സിനോട് നമ്മൾ യോജിക്കുകയാണ്. കർത്താവ് നമ്മളിലേക്ക് വെച്ച് തരുന്ന ആ മാതൃകാപരമായ ശുശ്രൂഷ ഈ കാലുകളിൽ നേർച്ചയായി നടത്തുമ്പോൾ അത് നടത്തുന്നവരിലും അതിൽ പങ്കെടുക്കുന്നവരിൽ എല്ലാവരിലും ഈ മനോഭാവം ഉണ്ടാകട്ടെ. എപ്പോഴും എല്ലാവരുടെ മുമ്പിലും മറ്റുള്ളവരെ വലുതായി കാണാൻ, അവർക്ക് സ്നേഹത്തോടു കൂടി എളിമയോടുകൂടി വിനീതഭാവത്തോടുകൂടി സേവനവും ശുശ്രൂഷയും സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ തരട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് ഏകാഗ്രമായി തമ്പുരാന്റെ തിരുസന്നിധിയിലാണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ ചരിത്ര സംഭവത്തിൻ്റെ ഭാഗഭാക്കുകളാകുകയാണ് നാം എന്ന ചിന്തയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യാപരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്കാരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, ഞങ്ങളോടുള്ള സ്നേഹാതിരേഖത്താൽ ഞങ്ങളോടൊത്ത് വസിക്കുകയും വിനീതമായ സേവനത്തിന്റെ മാതൃക കാണിച്ചു തരുവാനായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുളച്ച് ചുംബിക്കുകയും ചെയ്തുവല്ലോ. ആ പാവന കർമ്മം അനുസ്മരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ
സഹായിച്ചും സേവനം ചെയ്ത് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. 122-ാം സങ്കീർത്തനം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ആവർത്തിച്ചുള്ള സങ്കീർത്തന ഭാഗം. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ നേർക്കും എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിക്കുന്നതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 22, 24 മുതൽ 30 വരെ ഇടത്തിൽ വരുന്നു. ആരാണ് വലിയവൻ? തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരമുണ്ടായിരുന്നവരാണ്. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. നമുക്കെല്ലാവർക്കും ഈ സമയം പ്രാർത്ഥിക്കാം. ദൈവമേ,
ഐക്യത്തിൻ്റെയും സേവനത്തിൻ്റെയും വിനയപൂർവമായ പരിചരണത്തിൻ്റെയും മാതൃകയനുസരിച്ച് പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസദിനം ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹ അന്ത്യ അത്താഴവേളയിൽ സ്ത്രീഹന്മാരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ഭക്ഷണം നൽകിയല്ലോ. ആ പാവനകർമ്മത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ആഹാര സാധനങ്ങളെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ സ്നേഹാമൃതം അനുഭവിച്ച് സംതൃപ്തരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.